റിപ്പോർട്ടഡ് സ്പീച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സംഭവത്തെയോ അല്ലെങ്കിൽ മറ്റു രണ്ട് വ്യക്തികൾ നടത്തിയ ഒരു സംഭാഷണത്തെയോ ഒരു കോൺവെർസേഷനെയോ ഒരു തേർഡ് പാർട്ടി കൺസെപ്റ്റ് എന്ന രീതിയിൽ നമ്മുടെ രീതിയിൽ അതൊരു ഒരു പാസ്റ്റ് ടെൻസിൽ നടന്ന ഒരു കാര്യമായിട്ട് എടുത്തെഴുതുക. അതായത് മറ്റു രണ്ടുപേർ സംസാരിച്ച ഒരു സംസാരത്തെയോ ഒരു കാര്യത്തെയോ നമ്മളത് മുന്നേ നടന്നു എന്നുള്ള രീതിയിൽ നമ്മുടേതായിട്ടുള്ള കൺസെപ്റ്റിൽ എഴുതുന്നതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ SSLC എക്സാംസിന് മുൻപേയുള്ള SSLC എക്സാമിന് തന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2015 മാർച്ചിൽ നടന്ന ഒരു SSLC എക്സാമിന് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, റിപ്പോർട്ട് ദ ഫോളോയിങ് പീസ് ഓഫ് കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ ആണ്. ഓക്കെ, ഹോംസ്, ഡു യു തിങ്ക് അവർ വിസിറ്റർ ഈസ് എ ഡോക്ടർ? ഹോംസ് ചോദിക്കുകയാണ്, നമ്മുടെ വിസിറ്റർ, നമ്മൾ കാണാൻ വന്ന വിസിറ്റർ ഒരു ഡോക്ടറാണോ? വാട്സൺ, ദർ ഇസ് എ പോസിബിലിറ്റി ടു ബി സോ. അങ്ങനെയാകാൻ ഒരു ചാൻസ് ഉണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ എ, വാട്ട് ഡിഡ് ഹോംസ് ആസ്ക് വാട്സൺ? വാട്സനോട് എന്താണ് ഹോംസ് ചോദിച്ചത്? ക്വസ്റ്റ്യൻ ബി, വാട്ട് വാസ് വാട്സൺസ് റിപ്ലൈ? വാട്സൻ്റെ റിപ്ലൈ എന്തായിരുന്നു? ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റിൽ വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട്, ഒരു തേർഡ് പാർട്ടി കൺസെപ്റ്റിൽ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ എയുടെ ആൻസർ, ഹോംസ് ആസ്ക്ഡ് വാട്സൺ വെദർ ഹി തോട്ട് ദർ വിസിറ്റർ വാസ് എ ഡോക്ടർ. ഹോംസ് വാട്സനോട് ചോദിക്കുകയാണ്, നമ്മുടെ വിസിറ്റർ ഒരു ഡോക്ടറാണോ? അദ്ദേഹത്തിൻ്റെ തോട്ടാണ് ചോദിക്കുന്നത്, നമ്മുടെ വിസിറ്റർ ഒരു ഡോക്ടറാണോ എന്ന് ചോദിക്കുകയാണ്. വാട്സൺ അതിന് റിപ്ലൈ പറയുന്നതാണ് ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ. വാട്സൺസ് റിപ്ലൈ വാസ് ദർ വാസ് എ പോസിബിലിറ്റി ടു ബി സോ. അതായത് അത് അങ്ങനെയാകാൻ, അതായത് ഡോക്ടർ ആയിരിക്കാൻ ഒരു സാധ്യത ഉണ്ട്. ഓർ വാട്സൺസ് റിപ്ലൈഡ് ദാറ്റ് ദർ വാസ് എ പോസിബിലിറ്റി ടു ബി സോ. അങ്ങനെ ആയിരിക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്, അതായത് ഡോക്ടർ ആയിരിക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നതാണ് വാട്സൻ്റെ റിപ്ലൈ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന കാര്യം വളരെ എളുപ്പമാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതാൻ വേണ്ടിയിട്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് തന്നേക്കുന്ന കാര്യത്തെ എന്ത് ചെയ്യണം, നമ്മുടേതായിട്ടുള്ള നമ്മൾ എഴുതുന്ന പോലെ, നമ്മുടെ കൺസെപ്റ്റിൽ എഴുതുന്നത് പോലെ, നമ്മളിപ്പോൾ ഒരാളോട് പറയില്ലേ, രണ്ടുപേര് സംസാരിച്ച കാര്യം നമ്മൾ മറ്റൊരാളോട് പറയുന്നത് പോലെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതേണ്ടത്. അതായത് പാസ്റ്റ് ടെൻസിൽ നടന്ന ഒരു കാര്യമായിട്ട് എഴുതുക. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2016 മാർച്ചിൽ നടന്ന ഒരു SSLC എക്സാമിൻ്റെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. റിപ്പോർട്ട് ദ ഫോളോയിങ് പീസ് ഓഫ് കോൺവെർസേഷൻ. ഇത് കോൺവെർസേഷനാണ്. ബാങ്കർ, വാട്ട് കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ് ഈസ് ബെറ്റർ? ഏത് തരത്തിലുള്ള പണിഷ്മെൻ്റാണ് ബെറ്റർ? ലോയർ, ബോത്ത് ദ പണിഷ്മെൻറ്റ്സ് ആർ ഇമ്മോറൽ. രണ്ട് പണിഷ്മെൻറ്റ്സും ഇമ്മോറലാണ്. ക്വസ്റ്റ്യൻ എ, വാട്ട് ഡിഡ് ദ ബാങ്കർ ആസ്ക് ദ ലോയർ? എന്താണ് ബാങ്കർ ലോയറോട് ചോദിച്ചത്? ക്വസ്റ്റ്യൻ ബി, വാട്ട് ഡിഡ് ദ ലോയർ റിപ്ലൈ? എന്താണ് ലോയർ ബാങ്കറിന് കൊടുത്ത റിപ്ലൈ? ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ എയുടെ ആൻസർ, ദ ബാങ്കർ ആസ്ക് ദ ലോയർ വാട്ട് കൈൻഡ് ഓഫ് എ പണിഷ്മെൻറ്റ് വാസ് ബെറ്റർ. ബാങ്കർ ലോയറോട് ചോദിച്ചു ഏത് തരത്തിലുള്ള പണിഷ്മെൻ്റ് ആണ് ബെറ്റർ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ രീതിയിൽ അത് എഴുതി. ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ, ദ ലോയർ റിപ്ലൈഡ് ദാറ്റ് ബോത്ത് ദ പണിഷ്മെൻറ്റ്സ് വർ ഇമ്മോറൽ. അപ്പോൾ അതിന് ബാങ്കറോട് ലോയർ റിപ്ലൈ പറയുകയാണ് രണ്ട് പണിഷ്മെൻറ്റ്സും ഇമ്മോറൽ ആണെന്ന്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇത് 2017 മാർച്ചിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സൺ, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫാദർ? മകൻ അച്ഛനോട് ചോദിക്കുകയാണ് എവിടെ നിന്നാണ് ഇത് വാങ്ങിയത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? ഫാദർ, ഐ പിക്ക്ഡ് ഇറ്റ് അപ്പ്. ഞാനിത് വാങ്ങി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എ, ദ സൺ ആസ്ക് ഹിസ് ഫാദർ. എന്നിട്ട് ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കുവാണ്. നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുണ്ടായിരുന്നത്, ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കാണ്. ക്വസ്റ്റ്യൻ ബി, ദ ഫാദർ ഡാഷ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടില്ല, ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കാണ്. എങ്കിലും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ക്വസ്റ്റ്യനിൽ റിപ്പോർട്ട് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, റിപ്പോർട്ട് ദ ഫോളോയിങ് തന്നിട്ടുണ്ടെങ്കിൽ
അത് ഒരു ഇൻസിഡൻ്റ് ആണെങ്കിലും ഒരു കോൺവെർസേഷൻ ആണെങ്കിലും എന്ത് തരത്തിലുള്ള കാര്യമാണെങ്കിലും റിപ്പോർട്ട് എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം രീതിക്ക്, അതായത് നമ്മുടെ വ്യൂ പോയിന്റിൽ എഴുതുന്നത് പോലെ ആ സംഭവത്തെ റിപ്പോർട്ടഡ് സ്പീച്ചാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ ബ്ലാങ്ക് ആയിട്ട് തന്നിട്ടുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എയുടെ ആൻസർ, ദ സൺ ആസ്ക്ഡ് ഹിസ് ഫാദർ വെർ ഹിസ് ഹാർട്ട് ഗോട്ട് ഇറ്റ്. മകൻ അച്ഛനോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ, ദ ഫാദർ റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് പിക്ഡ് ഇറ്റ് അപ്പ്. അച്ഛൻ അതിന് മറുപടി പറഞ്ഞു ഞാനിത് വാങ്ങിയതാണ് എന്ന്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് നമ്മുടെ വ്യൂ പോയിന്റിലാണ് എഴുതേണ്ടത്. സോ ഒരു തേർഡ് പാർട്ടി കോൺസെപ്റ്റിൽ എഴുതുമ്പോൾ നടന്ന കാര്യത്തെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. തന്നിട്ടുള്ള ഇൻസിഡൻറ്റിനെയോ കോൺവെർസേഷനോ എന്ത് തരത്തിലുള്ള കാര്യമാണെങ്കിലും നമ്മുടേതായിട്ടുള്ള കോൺസെപ്റ്റിൽ എഴുതുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലാണ്. സോ നടന്നു കഴിഞ്ഞ കാര്യമായതുകൊണ്ട് പാസ്റ്റ് ടെൻസിൽ എഴുതാൻ ശ്രമിക്കുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. നമ്മൾ പാസ്റ്റ് ടെൻസിൽ അതെടുത്ത് എഴുതുക, നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ നമ്മുടെ വ്യൂ പോയിന്റിൽ അത് എഴുതുക. നമ്മൾ മറ്റൊരാളോട് പറയുന്ന രീതിക്കായിരിക്കും അത് എഴുതുന്നത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായും റിപ്പോർട്ടഡ് സ്പീച്ചിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക.